യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ സോഫയുടെ റീവർക്ക് ചെയ്യുന്ന പഴയ സോഫ റീവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് കാണണം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോഫ റീവർക്ക് ചെയ്യുന്നത് ഞങ്ങളിവിടെ ചെന്നൈയിലാണുള്ളത്. അപ്പോൾ ചെന്നൈയിൽ തന്നെയാണ് റീവർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു കുറച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബെറ്റർ ആയിട്ട് തോന്നിയ ആളാണ്. പിന്നെ അത് മാത്രമല്ല, റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ആളുമായിട്ട് കോൺടാക്ട് ചെയ്തത്. ആൾ വന്ന് ഫുള്ള് നോക്കിയതിന് ശേഷം എമൗണ്ടും എത്ര റേറ്റ് ആവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങളൊരു 2 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്ക് 2 ഡേയ്സിൽ തന്നെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. ഓക്കെ, ഇത് നമ്മുടെ സോഫ റീവർക്ക് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോമൊക്കെ അവർ നമ്മുടെ വീട്ടിൽ ഓൾറെഡി എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ചേട്ടന്മാർ വന്നിട്ട് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പഴയ സോഫയെ മൊത്തത്തിൽ പിരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ അതിനകത്തുണ്ടായിരുന്ന പഴയ ക്ലോത്തുകളും കാര്യങ്ങളും ഒക്കെ ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ സോഫയ്ക്കും സെയിം തന്നെയാണ്. അതിനകത്തുണ്ടായിരുന്ന പഴയ ആ ക്ലോത്ത് ഫുള്ളായിട്ട് അവർ റിമൂവ് ചെയ്യും. കൂടെ തന്നെ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോമില്ലേ, ആ ഫോമും അവർ റിമൂവ് ചെയ്തെടുക്കും. ക്ലോത്തും ഫോമും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ ആ ബ്ലൂ കളറിലുള്ളതാണ് ഇലാസ്റ്റിക് ടേപ്പ്. അത് പഴയ ഇലാസ്റ്റിക് ടേപ്പാണ്. അത് അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഇലാസ്റ്റിക് ടേപ്പ് അതിലേക്ക് അവർ പിൻ ചെയ്ത് കൊടുക്കും. ഫുള്ളായിട്ട് പുതിയ ടേപ്പ് കവർ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ പഴയ ആ ഒരു ഇലാസ്റ്റിക് ടേപ്പ് അവർ അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. സോഫയുടെ ബേസ്, വലിയ സോഫയുടെ ബേസ് അവർ അങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവർ ചെറിയ സോഫയ്ക്കും ഇതേ പ്രോസസ്സാണ്. ആദ്യം ആ ഇലാസ്റ്റിക് ടേപ്പൊക്കെ കട്ട് ചെയ്തിട്ട് അവർ പുതിയ ഇലാസ്റ്റിക് ടേപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഫോം അവർ നമ്മുടെ സോഫയുടെ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് അവർ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഗം ഉപയോഗിച്ച് അവർ നല്ല രീതിയിൽ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഈ ഒരു പുതിയ ഫോം കൂടാണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോമും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം പുതിയ ഫോമിന് മുകളിലേക്ക് ഇതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടി കിട്ടും നമ്മുടെ സോഫയ്ക്ക്. അപ്പോൾ ആ രീതിയിലാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് ടേപ്പിന് മുകളിലേക്ക് ഗം ഉപയോഗിച്ചിട്ട് അവർ ഫോം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫോമൊക്കെ നല്ല രീതിയിൽ സോഫയായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അവർ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ക്ലോത്ത് കട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവർ ഇതുവരെയാണ് ചെയ്യുന്നത്. ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്നത് വരെയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ സോഫയുടെ കോലം ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവർ പോവുകയാണ്. നാളെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അടുത്ത ദിവസമാണിത്, സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ അവർ രാവിലെ 10 o'clock പോലെയൊക്കെ വന്നതിന് ശേഷം അവർ സ്റ്റിച്ച് ചെയ്യാനാണ് തുടങ്ങിയത്. ഒരു ചേട്ടൻ സ്റ്റിച്ച് ചെയ്യും, മറ്റേയാൾ അതിനകത്തത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോഫയുടെ ബേസിൽ ആ ക്ലോത്ത് വെച്ചിട്ട് അവർ സ്റ്റേപ്ലയർ ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി ഫോമൊക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലോ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ അത് സ്റ്റേപ്ലയർ ചെയ്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഫയുടെ ബേസ് ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ചെറിയ സോഫയുടെ ബേസും അവർ അതുപോലെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, നമ്മുടെ സോഫ റീവർക്കിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് അവർ സ്റ്റേപ്ലെയർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സോഫയുടെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഗൃഹനാഥൻ തന്നെ ഒന്ന് ഇരുന്ന് നോക്കി. ஆனா ஒர்க் பார்த்தேன், சூப்பரா இருந்துச்சு. ஏன்னா என்னோட பழைய சோஃபாவை நீங்க வந்து கம்ப்ளீட்டா ஒரு பிராண்ட் நியூ மாதிரி புதுசா மாத்தி கொடுத்துருக்கீங்க. எங்களுக்கு ரொம்ப பிடிச்சிருக்கு நான் ஒர்க். உங்களோட அட்ரஸ் டீடைல், உங்க லொகேஷன்லாம் சொல்ல முடியுமா? சொல்றேன் சார். கோவிலம்பாக்கம் சார். ஓகேங்க. கோவிலம்பாக்கம் டோர் நம்பர் வந்து 9/790. ஓகே. கோவிலம்பாக்கம் பாக்கியராஜி சோஃபா ரிப்பேர். ஓகே. பாக்கியராஜி சோஃபா ரிப்பேர், கோவிலம்பாக்கம். ஓகே. சென்னை 129. சரி, கண்டிப்பா கண்டிப்பா. சோஃபா மட்டும் தானா இல்ல வேற ஏதாவது சர்வீஸ் சோஃபால வந்து எல்லா மாடலும் பண்ணுவோம் சார். ஓகே. எல் டைப், ரிக்ளைனர், ஓகே, எல்லா மாடலும் பண்ணுவோம். ஓகே. பெட் வந்து புதுசா பண்ணி தரோம். எலவம் பஞ்சு பெட் வந்து புதுசா பண்ணி தரோம். ஓகே. எல்லோ பண்ணி தரோம். ஓகே. கொசு வலை, விண்டோ கொசு வலை. ஓகே. ஓகே. ஸ்டேப்லர் டைப், அந்த மெஷ் மாதிரி இருக்கு. வெல்க்ரோ டைப் பண்ணி தரோம் சார். ஓகே. ஓகே, ஃபைன். இதெல்லாம் பண்ணி தரோம். താങ്ക് യു മാം, താങ്ക് യു. சரி. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ റീവർക്ക് ചെയ്ത സോഫയുടെ ലുക്ക്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം.